നാട്ടിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ആദ്യത്തെ വിഷുവാണ്. അപ്പം അതിൻ്റെ ഒരു വിഷമം നന്നായിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ വിചാരിച്ചു ഒരു ചെറിയൊരു കണിയും ഒരു ചെറിയൊരു സദ്യ ഉണ്ടാക്കാമായിരുന്നു. അങ്ങനെ ഞാൻ അടുത്തുള്ളൊരു ഇന്ത്യൻ സ്റ്റോറിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. മെയിനായിട്ട് പാലട മിക്സും പിന്നെ അച്ചാറുമാണ് വാങ്ങിച്ചത്. പിന്നെ കുറച്ച് നേരം ചെറി ബ്ലോസംസൊക്കെ കണ്ടു, അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ബാക്കി പർച്ചേസിങ് ശർക്കര, പാല്, പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അങ്ങനെ. അത് കഴിഞ്ഞിട്ട് മാക്സിൽ പോയിട്ട് കണി വയ്ക്കാനുള്ള ഫ്രൂട്ട്സ്, മാങ്ങ, പിന്നെ മാതള നാരങ്ങ കണ്ടപ്പോൾ എനിക്ക് വാങ്ങിക്കാൻ തോന്നിയില്ല, ഒന്നും ഒരു രസമില്ല കാണാനായിട്ട്. പിന്നെ ഒരു വെറൈറ്റിക്ക് പച്ച ആപ്പിൾ വാങ്ങിച്ചു. പിന്നെ നമ്മുടെ സാധാരണ റെഡ് ആപ്പിൾ, അതൊക്കെ വാങ്ങിച്ചു. പിന്നെ വിചാരിച്ചു 2 ഓറഞ്ച് എടുക്കാമെന്ന്. ഓറഞ്ച് നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെയാണ്, വലിയ വ്യത്യാസം ഇല്ല, എന്നാലും അതുപോലെയല്ല. പിന്നെ ഇവിടെ ആകെ ഒരു തരം പഴയ കിട്ടുള്ളൂ, അതൊരെണ്ണം നല്ല പടല നോക്കിയെടുത്തു. അങ്ങനെ ഞാൻ തലേദിവസം ഇതൊക്കെ വെച്ച് കണി വെച്ചു. നാട്ടിൽ നിന്ന് ഒരു ഗുരുവായൂരപ്പനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ചെറിയൊരു ഭഗവത്ഗീത, പിന്നെ ഇവിടുത്തെ കുറച്ച് നോട്ട്സ്, സ്വീഡിഷ് ക്രോൺസ് ഉണ്ടായിരുന്നു, അതിൻ്റെ കോയിൻസും നോട്ട്സും വെച്ചു. പിന്നെ കുഞ്ഞൊരു വിളക്ക് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, അതൊക്കെ വെച്ച് കണി സെറ്റപ്പാക്കി. പിന്നെ വാങ്ങിച്ച ഫ്രൂട്ട്സൊക്കെ വെച്ച് കണി സെറ്റപ്പാക്കി. രാവിലെ ഒരു 5:30 കണി കണ്ടു. പിന്നെ സദ്യക്കുള്ള വിഭവങ്ങൾ തലേദിവസം ഞാൻ ഇഞ്ചമ്പുളിയും മാമ്പഴപ്പുളിശ്ശേരിയും സാമ്പാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ എണീറ്റിട്ട് മത്തങ്ങരിശ്ശേരിയും പായസം ഉണ്ടാക്കി, പിന്നെ പപ്പടം കാച്ചി, ചോറും വെച്ചു. അത്രയാണ് നമ്മുടെ സദ്യയുടെ വിഭവങ്ങൾ. വിഷു ആണെങ്കിൽ ഇവിടെ വിഷു ഒന്നും ഇല്ലല്ലോ. എനിക്ക് രാവിലെ ക്ലാസ് ഉണ്ടായിരുന്നു. രാവിലെ ക്ലാസ്സിന് പോയി വന്നിട്ട് ഉച്ചയ്ക്ക് വിഷു സദ്യയൊക്കെ കഴിച്ചു. ഒരു ചെറിയൊരു സന്തോഷം.